ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ യമലൂബിൻ്റെ PEA കാർബൺ ക്ലീനറാണ്. ഇത് യമഹയുടെ ഒരു പ്രൊഡക്റ്റാണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടിയൊക്കെ ഒരുപാട് കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ നമ്മുടെ സിലിണ്ടറിൻ്റെ ഉള്ളിലും സിലിണ്ടർ ഹെഡിൻ്റെ ഉള്ളിലും ഒപ്പം തന്നെ ഇൻടേക്ക് വാൽവ്, എക്സോസ്റ്റ് വാൽവ് എന്നീ സ്ഥലത്തെല്ലാം ഒരുപാട് കാർബൺ ഡെപ്പോസിറ്റ്സ് അടിഞ്ഞുകൂടും. അപ്പോൾ ഈ ഒരു ഡെപ്പോസിറ്റ്സ് ക്ലീൻ ചെയ്യും എന്നാണ് യമഹയുടെ ഈ യമലൂബ് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം തന്നെ മിനിമം ഒരു 2 ലിറ്റർ ഓഫ് പെട്രോൾ നമ്മുടെ വണ്ടിക്കുള്ളിൽ വേണം. അതിലോട്ട് ഈ PEA കാർബൺ ക്ലീനർ നിങ്ങൾ മിക്സ് ചെയ്തൊഴിക്കുകയോ അതോ ഡയറക്റ്റ് ടാങ്കിലേക്ക് ഒഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3000 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ ഇത് കാർബൺ ഡെപ്പോസിറ്റ്സ് റിമൂവ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ വണ്ടിക്കുള്ളിൽ ഏതാണ്ട് റിസർവ് പെട്രോളുണ്ട്. റിസർവ് പെട്രോൾ എന്ന് പറയുമ്പോൾ ഈ പൾസർ 220യുടെ 1.8 1.7 ലിറ്ററാണ്. 200 ml കുറവുണ്ട്, എന്നാലും കുഴപ്പമില്ല. 2 to 3 ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ മിനിമം എന്തായാലും വേണം. ഫുൾ ടാങ്കിൽ ഒരിക്കലും ചെയ്യരുത്, ഇതിൻ്റെ എഫിഷ്യൻസി കുറയും. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിക്കാം. ഇത് പൊട്ടിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നൈഫ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് സിമ്പിളാണ് ഇത് പൊട്ടിക്കാൻ. ഇത് ജസ്റ്റ് ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഈ ഒരു പാർട്ട് എടുക്കുക. ഈ പൊട്ടിച്ച ഈ യമലൂബ് നമ്മൾ അങ്ങനെ ഷെയ്ക്ക് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ഇതും ഏതാണ്ട് സെയിം സൈസാണ്. നമ്മളിവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിക്കുക. അപ്പോൾ ഇത് ഓപ്പൺ ആവും. അതിനുശേഷം ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഉണ്ടല്ലേ? ഞാനപ്പോൾ ഈ യമലൂബ് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് വണ്ടി ഇപ്പോൾ 1 lakh കിലോമീറ്ററിൻ്റെ അടുത്തായി. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ സ്റ്റാർട്ടിങ് ഇഷ്യൂസ്, അതായത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഓഫായി പോവുക, ഐഡിലിൽ വെച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഓഫായി പോവുക, കോൾഡ് സ്റ്റാർട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ വണ്ടി കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. വണ്ടി ഹീറ്റപ്പ് ആയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ വണ്ടി ഹീറ്റപ്പായിട്ട് ചില RPM റേഞ്ചുകളിൽ ബാക്ക് ഫയറിങ് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ യമലൂബ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യമായി തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം വണ്ടി ഇപ്പോൾ എങ്ങനെയാണ് ഇതൊഴിക്കുന്നതിന് മുമ്പുള്ള സൗണ്ടെന്ന്. കണ്ടോ? ഇപ്പോൾ വണ്ടി ഓഫായി പോയി. തിരിച്ചു പിടിക്കാം. കണ്ടോ? വണ്ടി ഇപ്പോൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഡയറക്റ്റ് നമ്മൾ ഈ ടാങ്കിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഏതാണ്ട് 40 ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി. അപ്പോൾ ഇത് 40 ml ഒരു 2 ലിറ്റർ പെട്രോൾ തന്നെ വേണം ഇതൊഴിക്കാൻ. ഓക്കെ, നമ്മളിത് ഫുള്ള് ഇതിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്.
ഇനി നമുക്ക് ഇത് ഒരു 3000 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം ഉള്ള ഒരു റിപ്പോർട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ 3000 കിലോമീറ്റർ അല്ല, 3000 കിലോമീറ്റർ കൂടുമ്പോഴെങ്കിലും ഇത് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 ലിറ്റർ പെട്രോൾ ഓടിച്ച് കഴിയുമ്പോഴത്തേനും ഈ കാർബൺ ഡെപ്പോസിറ്റ്സ് പോകുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് ഓടിച്ച് നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.